ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതൂസ് ടിപ്സ് ആൻഡ് കറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. ഒരു അടിപൊളി ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൈങ് പാനിലോ തവയിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പിസ്സയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, അല്ല പിസ്സ ഹട്ടിലൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ അതുപോലെ തന്നെയുള്ള അടിപൊളി പിസ്സ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ എൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ പിസ്സ മൈദയ്ക്കാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഞാൻ 1/4 കിലോ, അതായത് 250 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 200 ml ഓഫ് വാം വാട്ടർ ആണ്. പിന്നെ വേണം 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ വാം വാട്ടറിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദപ്പൊടി നമുക്ക് കുഴച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതി. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാം വാട്ടറാണ്. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ളൊരു ഫോമിലാണ് നമ്മുടെ ഡൗ ഇരിക്കേണ്ടത് കേട്ടോ. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും. നമ്മുടെ മാവ് ഇവിടെ ഞാനിങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി അതിലേക്ക് തൂളി കൊടുക്കാം. നമുക്ക് ഈ ഡൗ എടുത്തിട്ട് മുകളിലോട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റ് പിസ്സ ബേസ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഡൗ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്നിന് ബോളാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം.
എണ്ണ നിങ്ങൾക്ക് ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. പക്ഷേ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 to 4 hours ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തെ ചൂടിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പൊങ്ങി വരുന്നതനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പിസ്സ സോസ് വേണം. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് ക്യാപ്സിക്കം കുറച്ച് വേണം. ഇത് ഫുള്ള് വേണ്ട, കുറച്ച് ക്യാപ്സിക്കം വേണം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള മീഡിയം സൈസാണ്. പിന്നെ ഒരു 5 വറ്റൽമുളക്. അത് എരിവുള്ളത് എരിവില്ലാത്ത ഏതായാലും നല്ല കുഴപ്പമില്ല. ഞാൻ പെരിയമുളകിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ, ബെസ്റ്റ് ഓപ്ഷന്. അധികം എരിവ് വേണ്ട നമ്മുടെ പിസ്സ സോസിന്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ക്യാപ്സിക്കം നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനകത്തുള്ള അരിയൊക്കെ ഉണ്ട്, അത് കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സവോള എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് നമുക്ക് എൻ്റെ തൊലി ഉരിഞ്ഞ് കളയേണ്ടത് കേട്ടോ. വെന്ത് കഴിയുമ്പോൾ തൊലിയെല്ലാം മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് സോസിനായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ സ്കിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. വറ്റൽമുളക്, വെളുത്തുള്ളി. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാം. ഇതിപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ടൊമാറ്റോയും ക്യാപ്സിക്കവും അതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, തൊലി കളഞ്ഞിട്ട് നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ, തക്കാളിയുടെ ഈ തൊലി ഇങ്ങനെ മാറ്റിയിട്ട് വേണം നമുക്കിന്ന് അരച്ചെടുക്കാനായിട്ട്. തക്കാളിയുടെ തൊലിയെല്ലാം നന്നായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ വെള്ളത്തോട് കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളകില്ലാത്തവരിപ്പം ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് മുളക് ചേർത്തു. അപ്പോൾ നിങ്ങൾ മുളക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ടൊമാറ്റോയുടെ അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ മിക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ 2
ടേബിൾ സ്പൂണുള്ള ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക കേട്ടോ. ടൊമാറ്റോ സോസും കൂടെ ചേർത്ത്, കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ആണ്, ഒറിഗാനോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ടൊമാറ്റോ സോസിനൊക്കെ നല്ല, പിസ്സ സോസിന് നല്ല പിസ്സയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഒറിഗാനോ നമുക്ക് എപ്പോഴും എല്ലാ കടകളിലും തന്നെ ഇതിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ചിലർ വിനെഗറൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ വിനെഗർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. തിക്കാക്കി എടുക്കാം നമുക്കിത്. ഒരുപാട് തിക്കാക്കണ്ട, നമ്മുടെ പിസ്സയിൽ തേച്ച് കൊടുക്കാനുള്ളൊരു പാകത്തിന് തിക്കാക്കി എടുക്കാം. കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ഇതിൽ അകന്ന് നിന്നൊക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം അറിയുന്നത് നമ്മളിങ്ങനെ തവിക്ക് ഇങ്ങനെ വകയുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒഴുകി കൂടി ചേരാതെ ഒരു റോഡ് പോലെ വരികയില്ലേ, അതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ട ഇതിൽ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസ് 2 പിസ്സ ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. നമുക്ക് ഇത് 2 ബോൾസ് ആക്കി എടുക്കാം. രണ്ട് ബോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മാവ് ഇവിടെ 2 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരെണ്ണം തവയ്ക്കകത്തും ഒരെണ്ണം ഇതുപോലൊരു പാത്രത്തിൽ പരത്തിയിട്ട്, ഇത് ഒരു ഫ്രൈങ് പാനാണ്. അപ്പം ഞാൻ അതിൻ്റെ പുതിയതാട്ടോ, അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ ഓവനില്ല, നമ്മുടെ ഒരു ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കിത് എന്താ പറയുക, കടായിൽ വെച്ചിട്ടാണെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ, ഇതുപോലെ പാത്രത്തിൽ. അപ്പോൾ 2 തരത്തിൽ ഞാൻ കാണിച്ചു തരാം. തവയിലുണ്ടാക്കുന്നതും നമ്മുടെ ഓവൻ സെറ്റപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്നതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തവയിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ലൈറ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അധികം ഓയിൽ വേണ്ട. എടുത്ത് വെച്ചിരിക്കുന്ന പകുതി മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നായിട്ട് പരത്തുന്നതിനെക്കാട്ടിലും നല്ല കുറച്ചൊരു കട്ടിക്ക് പരത്തുന്നതാണ്. അപ്പോഴാണ് പിസ്സ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ക്രിസ്പി ആയി പോകും തിന്നായി കഴിഞ്ഞാൽ. നമ്മൾ ഈ സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി വെക്കുക. ഇതുപോലെ കുറച്ച് കട്ടിയിൽ വയ്ക്കുക. അപ്പോൾ അത് ഇതുപോലെ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു സൈഡിലേക്ക് ഒന്നുകൂടി മാറ്റി വയ്ക്കുകയാണ്. അടുത്തതും കൂടെ നമുക്ക് പരത്തി എടുത്തിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട് കേട്ടോ, കുക്ക് ചെയ്യാനായിട്ട് കാണിക്കാം. ഇപ്പം ഇത് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി ഒന്ന് മാറ്റി വയ്ക്കാമേ. അപ്പോൾ അടുത്തത് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം പരത്തിയതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് റൗണ്ടാക്കി വയ്ക്കാം, കുറച്ചൊരു കട്ടിയായിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്.
മറ്റേത് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ഒരു സൈഡ് ഒന്ന് പകുതി ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് മറ്റേത്തെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ഭാഗം മുഴുവൻ നന്നായിട്ട് പൊങ്ങി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫോർക്കോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ കുത്തി കൊടുക്കും. ഇപ്പം പിസ്സ ഇവിടെ ഞാൻ ബേസ് ഇവിടെ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ചീസ് ഞാനിവിടെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ കുറച്ച് നന്നായി, കുറച്ചും കൂടെ ഒരു റിച്ച് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മോസറല്ല ചീസാണ്, പിസ്സ ചീസ്. അത് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇത് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പിസ്സയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്യാപ്സിക്കം ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ്സ് വെക്കുന്നുണ്ട്. ഗ്രീൻ കളർ ഒലീവ്സ് ആണ്. ബ്ലാക്ക് കളറുടെ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളിക്ക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഉള്ളിലെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മാത്രം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒനിയൻ വെച്ച് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വീറ്റ് കോണ്, അതായത് ചോളം ഉണ്ടല്ലോ, അത് ചോളം വെച്ച് കൊടുക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ളത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷന് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. 2-3 ഒലിവ്സും കൂടെ വെച്ച് കൊടുക്കാം. ചിക്കൻ വറുത്തത് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ 2 ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലൊരു കല്ല് വെച്ചിട്ടുണ്ട്. പഴയ ഒരു ദോശക്കല്ലാണ് കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ ഫ്രൈയിങ് പാനിൽ വെച്ചിരിക്കുന്ന പിസ്സ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കിയ കല്ലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ പിസ്സ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു അടപ്പ് വെച്ച് മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് നമുക്കൊരു ഇതിൻ്റെ ഒരു വശം ഒന്ന് കുക്കാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേസമയം നമ്മളിവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ പിസ്സ ഉണ്ടല്ലോ, പിസ്സയുടെ പതുക്കെ നിറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് റെഡിയായി വന്നു കഴിയുമ്പോൾ ഞാനിത് എത്ര സമയം എടുത്തെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ പിസ്സ ഒരു സൈഡ് കുറച്ച് കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് നോക്കട്ടെ. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ബാക്കി ഉള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്.
നമുക്കിതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. മുകളിലേക്ക് സ്ലൈസ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒലീവ്സ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. ഭംഗിക്ക് ഞാൻ മുകളിലേക്ക് കുറച്ചും കൂടെ ഒലീവ്സും ക്യാപ്സിക്കം ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റ് അതിൽ ഞാൻ വെച്ചിട്ടില്ല, കാരണം അതില്ലാതെയും ഉണ്ടാക്കാനായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ് ഒറിഗാനോ സ്പ്രെഡ് ചെയ്യാത്തത്. അതിലേക്ക് കുറച്ച് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പിസ്സയുടെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമുക്ക് അമക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും കേട്ടോ, ഒന്ന് കുക്കായി വരാനായിട്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ചീസൊക്കെ ഒന്നും കൂടി ഉരുകി ഈ ക്യാപ്സിക്കം ഒക്കെ ഒന്നും കൂടി ഇതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അടിയിലുള്ള പാൻ മാറ്റുക, ഇത് വെക്കുക അടുപ്പിലോട്ട്. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു മൂടയോ ഉണ്ട്, ഇത് മൂടുക. മൂടിയിട്ട് ഈ പാൻ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഈ ദോശക്കല്ലിൻ്റെ ചൂടും കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് റെഡി ആയിട്ട് വരും. അപ്പോൾ അതായത് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ച പിസ്സ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റ് എടുത്തു കേട്ടോ പിസ്സ ബേക്കായി വരാനായിട്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിയിലേക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുണ്ട് നമ്മുടെ 2 പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര അടിപൊളിയായിട്ട് വന്നേക്കെന്ന് നോക്കി നമ്മുടെ പിസ്സ. ഇനി പിസ്സ വാങ്ങിക്കാൻ നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ കടകളിൽ? കണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. എന്താ, ചീസൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അടിപൊളി പിസ്സ, ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.